ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ 17 ശ്ലോകഃ. യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവാച സന്തുഷ്ടഃ തസ്യ കാര്യം ന വിദ്യതേ. എന്നാൽ ഏതൊരു മനുഷ്യനാണോ തന്നിൽ തന്നെ രമിക്കുന്നതും തന്നിൽ തന്നെ സംതൃപ്തനുമായിട്ടിരിക്കുന്നത്, അവന് കരണീയമായിട്ട് ഒന്നുമില്ല. നാമത്തിലേക്ക് പോകാം. നാമം 531. ശുക്ല സംസ്ഥിത. ശുക്ലമായിട്ടുള്ളവയിലെല്ലാം സമ്യക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ ശുക്ല സംസ്ഥിത എന്ന് വിശേഷിപ്പിക്കാം. ശുക്ലപദത്തിൻ്റെ നാനാർത്ഥങ്ങൾ നമ്മൾ നേരത്തെ വ്യാഖ്യാനിച്ചിരുന്നു. നാമം 522 മജ്ജാസംസ്ഥയായ ശക്തിയുടെ നിറവും പറഞ്ഞിരുന്നു. അത് ശുക്ലവർണ്ണമാണ്. എന്നാൽ സർവവർണ്ണത്താലും ശോഭിക്കുന്ന ഈ ശക്തി ശുക്ലത്തിലാണ് തൻ്റെ പ്രഭാവത്തെ സമ്യക്കാക്കി വച്ചിരിക്കുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള അടയാളങ്ങളുമില്ലാത്ത ആ ശക്തി ഉപാധിയിലൂടെയാണ് അടയാളങ്ങളെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത് സർവവർണ്ണത്താലും സർവ ആയുധങ്ങളാലും ശോഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരേ സമയം ആർദ്രവും ശക്തിമത്തുമാണ് ഈ പ്രഭാവം. യോ വൈ രുദ്രഃ സ ഭഗവാന്യച്ച ശുക്ലം തസ്മൈ വൈ നമോ നമഃ എന്നാണ് അഥർവശിരോപനിഷത്തിൽ രുദ്രനെ വിശേഷിപ്പിക്കുന്നത്. അതിലെ മറ്റൊരു ഉദ്ധരണിയുണ്ട്. ഇങ്ങനെയാണത്: യത്താരം തച്ഛുക്ലം യച്ഛുക്ലം തത്സൂക്ഷ്മം യത്സൂക്ഷ്മം തദ്വൈദ്യുതം യദ്വൈദ്യുതം തത്പരബ്രഹ്മ യത്പരബ്രഹ്മ സ ഏകഃ സ ഏകഃ സ രുദ്രോ യോ രുദ്രഃ സ ഈശാനോ യ ഈശാനോ സ ഭഗവാൻ മഹേശ്വരഃ. അർത്ഥം എങ്ങനെയാണെന്നോ, ഏതൊന്നാണോ താരകമായിട്ടിരിക്കുന്നത് അതാണ് ശുക്ലം. ശുക്ലമായിട്ടുള്ളതെല്ലാം സൂക്ഷ്മമാണ്. സൂക്ഷ്മമായിട്ടുള്ളതെല്ലാം വൈദ്യുതമാണ്. വൈദ്യുതമാകട്ടെ പരബ്രഹ്മമാണ്. പരബ്രഹ്മമാണെങ്കിൽ ഏകമാണ്. ആ ഏകൻ രുദ്രനാണ്. രുദ്രനാണെങ്കിൽ ഈശാനനാണ്. ഈശാനമായിട്ടിരിക്കുന്നതെല്ലാം ഭഗവാൻ മഹേശ്വരനുമാണ്. ഇത്ര ഭംഗിയായിട്ടാണ് അതിനെ വിവരിച്ചിരിക്കുന്നത്. നോക്കൂ, അതേ ഉപനിഷത്തിൽ തന്നെ ഈ ഉദ്ധരണിയെ ഓങ്കാരവുമായിട്ടും ബന്ധിപ്പിച്ചിട്ടുണ്ട്. സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്ന പ്രണവത്തെ താരകം എന്ന് പറയുന്നു. അത് ഉച്ചരിക്കുവാൻ ആയാസമുള്ളതുകൊണ്ടും ആർദ്രമായതുകൊണ്ടും ശുക്ലം എന്ന് പറയപ്പെടുന്നു. ഏവ ക്ലദന്തേ ക്ലാമയതേ ച തസ്മാദുച്യതേ ശുക്ലം എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഉച്ചരിക്കുമ്പോൾ ജഗത് സർവം സാധകന് അധീനപ്പെടുന്നത് മൂലമാണ് അത് സൂക്ഷ്മമായിരിക്കുന്നത്. തമോവസ്ഥയിലും പ്രകാശം കൊടുക്കുന്നത് മൂലമാണ് അത് വൈദ്യുതമായിട്ടിരിക്കുന്നത്. പരാപരത്തെയും പാരായണത്തെയും ബൃഹത്തായ ശരീരവീണയാൽ ജ്ഞാതവത്താക്കുന്നത് മൂലം അത് പരബ്രഹ്മമായിരിക്കുന്നു. പ്രാണങ്ങളെയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഉത്പത്തി സംഹാരങ്ങൾക്ക് നിദാനമാകുന്നത് മൂലമാണ് അത് ഏകമായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏകൻ എന്ന് പറയുന്നത്. ആ സ്വരൂപത്തെ വിജ്ഞന്മാർ മാത്രം അറിയുന്നതിനാലാണ് അത് രുദ്രനായി മാറിയത്. ആ രുദ്രൻ എന്താണുള്ളത്? ഈശ്വത്വമുണ്ട്. അതുകൊണ്ട് അത് ഈശാനനായിട്ട് മാറി. ഇനി അത് മഹേശ്വരനാവണം, അല്ലേ? അപ്പോൾ എന്താണ് വേണ്ടത്? മഹിമയുണ്ടാവണം. അതിൻ്റെ മഹിമയും ചേർന്നിട്ടുള്ളത് കൊണ്ട് അത് മഹേശ്വരനായി മാറി. ആ മഹേശ്വരൻ്റെ ശക്തിയായിട്ട് സ്ഥിതി ചെയ്യുന്നത് മൂലമാണ് ദേവി മഹേശ്വരിയും ശുക്ല സംസ്ഥിതിയുമായിട്ട് മാറിയത്. നമുക്കിതിനെ അക്ഷരമാലയിലൂടെ കൂടെ ചിന്തിക്കാം. അപ്പോൾ തൻ്റെ അക്ഷരക്കൂട്ടങ്ങളെ മലിനപ്പെടുത്താതെ ഉപയോഗിക്കുന്നവളാണ് ശക്തി എന്ന് കാണണം. കാരണം ഓരോ അക്ഷരവർഗവും ഓരോരോ ദേവിമാരുടെ അധീനതയിലാണ്. അപ്പോൾ ആ ദേവിമാരെ അർഹിക്കുന്ന ബഹുമാനം നൽകി പരിഗണിക്കുക എന്നൊരു കർത്തവ്യവും ആ വ്യക്തിയിൽ, അതായത് ആ സാധകനോ സാധകയോ ആരുമായിക്കൊള്ളട്ടെ, അവരിൽ നിക്ഷിപ്തമാണ്. ശുക്ലം എന്ന ധാതുവിലായിട്ട് ശ്രദ്ധിക്കുമ്പോഴോ
തൊട്ടു മുമ്പിലത്തെ നാമത്തിൽ വിവരിച്ചതുപോലെ ജലത്തിൽ അടയാളങ്ങളില്ലാതെ സ്ഥിതി ചെയ്യുകയാണ് നമ്മുടെ ദേവി. ജീവന് കാരണമായ ബീജം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അതും ശുക്ല സംസ്ഥിതമാണ്. ആ ബീജരൂപത്തെ ദേവീംശമായിട്ട് കാണുകയാണ്. ഇവിടെ സ്ത്രീ ശക്തിയാണ് വിഷയം. അപ്പോൾ പുരുഷവർഗങ്ങളിലും ആ ശക്തി തന്നെയാണ് എന്നാണ് ദ്യോതിപ്പിക്കുന്നത്. ഭക്തിരസത്തിലൂടെ ഇതിന് ഇനിയും നിറക്കൂട്ടുകളുണ്ട്. അപ്പോൾ ഏത് ആവരണത്താലും മലിനമാവാത്തവളാണ് നമ്മുടെ ദേവി. കാരണം ഇത്രയും അനുചരന്മാരുണ്ടായിട്ടും തൻ്റെ സ്വത്വം കളയാത്ത, തൻ്റെ ആദർശങ്ങൾ അടിയറ വയ്ക്കാത്ത, പ്രലോഭനങ്ങളിൽ കീഴ്പ്പെടാത്ത ദേവീ പ്രഭാവം നിർമ്മലയാണ്. അത്യന്തം നിർമ്മലമായതുകൊണ്ടാണ് ആ ദേവിയെ ശുക്ല സംസ്ഥിത എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ദേവിയെ ആരാധിക്കുന്നതിലൂടെ സാധകന്മാർക്കും ഈ ഗുണങ്ങളാണ് വന്നു ചേരുന്നത്. വിഷ്ണുവിന് ശുക്ലൻ എന്നൊരു നാമമുണ്ട്. അപ്പോൾ ചരാചരങ്ങളുടെ പാലകനായ വിഷ്ണുവിൽ സ്ഥിതി ചെയ്യുന്ന ദേവി ആയതുകൊണ്ടും ആ ദേവിയെ ശുക്ല സംസ്ഥിത എന്ന് വിശേഷിപ്പിക്കുന്നു. ദേവിയുടെ അനുഗ്രഹത്താലാണ് വിഷ്ണു ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠനായിട്ട് ഭവിച്ചിട്ടുള്ളത് എന്ന് ഓർക്കണം. നാം ഇവിടെ അവസാനിപ്പിക്കാം. നാമത്തിൽ നമുക്കുണ്ടാവേണ്ട ചിന്ത എന്താണ്? ഒരു ആദർശം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആദർശങ്ങളുടെ ശ്രേഷ്ഠതയിലൂടെ ആയിരിക്കണം നാമം പ്രഭാവിതമാകേണ്ടത്. നമസ്കാര ശബ്ദം. ഓം ശുക്ല സംസ്ഥിതായൈ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓ